കാറിന് തീ പിടിച്ച് ഒരാൾ മരിച്ചെല്ലാം കഴിഞ്ഞ് കാറിന്റെ പുക, ഒരിടത്ത് കരി, ഒരിടത്ത് ചാരം, എന്താണ് ആരും വരാത്തത് എന്ന് നോക്കിയപ്പോൾ ഫയർഫോഴ്സ് വന്നാൽ തീയം കണച്ച്. അങ്ങനെയുള്ള സമയത്തൊക്കെ ഫയർഫോഴ്സ് വരും. പിന്നെ ഇവിടെ നമ്മൾ ഈ പറയുന്ന പോലെ ഹെൽമെറ്റ് വെക്കണം, സീറ്റ് ബെൽറ്റ് ഇടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാവുന്നത്. ഈ രാജ്യത്ത് അധികം കൂടുതൽ സേഫ്റ്റി ഒന്നും പറയുന്നില്ല. വണ്ടികളൊക്കെ ആണെങ്കിലും ഭയങ്കര സേഫാ. ഇപ്പം ചെറിയ വണ്ടികളൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ടിരുന്നാൽ മതി. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് റോഡിൽ കൂടെ അങ്ങ് പോയാൽ മതി. ഏതെങ്കിലും കുഴിക്കകത്ത് വീണ് തലയടിച്ച് വീഴത്തില്ല. തല മാത്രം രക്ഷപ്പെടും. പിന്നെ ഇവിടുത്തെ വണ്ടികളുടെ ഓവർ സ്പീഡ്, മത്സര ഓട്ടം, ഇങ്ങനത്തെ പരിപാടികൾ, തീരെ വെളിവും ബോധം ഇല്ലാത്ത പോലത്തെ ഓടിക്കലും ഒക്കെ കൂടെ ആകുമ്പോൾ എന്താ പറയുക, നല്ല സേഫാണ്. ഇവിടെ ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ലോക്ക് ആയതുകൊണ്ടാണ് ആൾക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ പറ്റാതായി പോയത്. അപ്പോൾ അതിനകത്ത് സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യാനുള്ള ആ സംഭവം ഇല്ല. സീറ്റ് ബെൽറ്റ് കട്ടർ പോലത്തെ ഒരു സാധനം മേടിക്കാൻ കിട്ടും. ഈ ഗ്ലാസ് പൊട്ടിക്കേണ്ട ഒരു സാധനം വേണം. പിന്നെ ഏറ്റവും അത്യാവശ്യം എല്ലാ വണ്ടിയിലും വേണ്ട ഒരു സാധനമുണ്ട്, വിദേശത്തൊക്കെ ആണെങ്കിൽ ഉള്ളത്. ഇവിടുത്തെ റോഡ് കണ്ടീഷൻ വിദേശത്തെ പോലത്തെ അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതൊന്നും ഈ വണ്ടികളിൽ ഇല്ലാത്തത്. ഫയർ എക്സ്റ്റിംഗ്വിഷർ അവിടെ ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിലും ഒരു വണ്ടിക്ക് തീ പിടിച്ച ഞാനാണെങ്കിലും കണ്ടു നിൽക്കുകയാണ്, അപ്പം തന്നെ ചാടി ഇറങ്ങി എൻ്റെ വണ്ടിയിലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് അപ്പുറത്തൊന്നൊരു അറബി കുറ്റിയാലൊക്കെ വന്ന് ചകചകയെന്ന് അടിച്ച്, എല്ലാവർക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം, ഇതിൻ്റെ കാലിബ്രേഷനൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ വണ്ടിയിലും ഉണ്ട് ഇത്. ഗവൺമെൻറ് വണ്ടിയുണ്ടോ? അതുമില്ല. ഇവിടെ അതൊന്നും ഇല്ല. പോലീസുകാരുടെ വണ്ടി ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടോ? ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സും ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സും കമ്പൽസറി ആയിട്ട് വേണ്ട സാധനമാണ് ഒരു വണ്ടിക്കകത്ത്. അതും ഈ പറഞ്ഞ പോലെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര മാസത്തിനുള്ളിലാണോ ഗ്യാസ് നടക്കേണ്ടത്, അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നതിനൊരു ഈ ചെക്ക് ലിസ്റ്റ് പോലത്തെ സാധനങ്ങളൊക്കെ എല്ലാ വണ്ടിയിലും കാണേണ്ടതാണ്. ഇവിടെ പുക പരിശോധിക്കുന്നുണ്ടാ, പിന്നെന്താ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ പെറ്റി അടിക്കുന്നുണ്ടാ, മറ്റേനൊന്നും പിന്നെ അതിനും പെറ്റിയൊക്കെ വേണമെങ്കിൽ അടിക്കാം. പക്ഷെ പെറ്റി അടിക്കാൻ പറ്റത്തില്ല. ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് പെറ്റി അടിക്കുക എന്ന് പറയുന്നത് ഇവിടെ ആയതുകൊണ്ട് അങ്ങനത്തെ തെണ്ടത്തിലൊക്കെ ചെയ്യും. പുറത്തൊക്കെ ആണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് പെറ്റിയൊന്നും വരത്തില്ല. എന്നാൽ പോലും അത് അവരുടെ സേഫ്റ്റിക്ക് അത് വേണം. പിന്നെ കണ്ണിന്റെ കാഴ്ച എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ചില ടൈപ്പ് അസുഖമുള്ളവർക്ക് വണ്ടിയുടെ ലൈസൻസ് കട്ട് ചെയ്യേണ്ടി വരും, ഓടിച്ചോണ്ടിരുന്നവരാണെങ്കിലും. പിന്നെ ഇതുപോലെ മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാർ, അതായത് പാഞ്ഞു ചെല്ലുക, ഓവർടേക്ക് ചെയ്യേണ്ടത്ര ഓവർടേക്ക് ചെയ്യുക, നിരന്തരം നിയമവിരുദ്ധമായിട്ട് വണ്ടി ഓടിക്കുക, റാഷ് ഡ്രൈവിങ്, മത്സരം, ഇതൊക്കെ നടത്തുന്നവരുടെ കാര്യത്തിൽ തീരുമാനമാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലത്തെ ഒരു 100 കേസ് വേണേൽ ഞാൻ എടുത്തു തരാം. തെളിവോട് കൂടി വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഓരോരുത്തന്മാർ കാണിക്കുന്ന പോക്കത്തിന് റോഡിൽ ഈ ആംബുലൻസിനെയൊക്കെ ചേസ് ചെയ്യുന്നതാണ് ഇടയ്ക്ക് ചിലർ. അപ്പോൾ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇല്ല, പോട്ടെ, ഫയർഫോഴ്സ് വന്നിട്ട് എന്താ വെള്ളം ചീറ്റിക്കുക? ഈ വെള്ളമൊന്നും ചീറ്റിക്കണ്ട. ഗൾഫിലൊക്കെ ആണെങ്കിൽ അവർ വേറെന്തോ സാധനമൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു 5 മിനിറ്റ് എടുക്കത്തില്ല, 3 മിനിറ്റിനുള്ളിൽ തന്നെ ഫയർ നിൽക്കും, ആളെയും രക്ഷപ്പെടുത്തും. അത് ചുമ്മാ ഇങ്ങനെ മാറി ഇന്നങ്ങോട്ട് ഒരു ഓക്സിജൻ കട്ട് ചെയ്യുന്ന പോലത്തെ വേറെ ഒരു സാധനം എടുത്തിട്ട് പുക അങ്ങ് വരും. പിന്നെ അവിടെ തീ പടരത്തില്ല, തീ അങ്ങ് കെടും. അങ്ങനെ എന്തോ അത് കൂടാതെ ഈ വെള്ളം ഒഴിക്കുകയല്ല ചെയ്യുന്നത്. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് വേറെയാ. പെട്രോള് കത്തുന്ന സ്ഥലത്തോ അല്ലെ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. ഇത് പെട്രോളല്ല കത്തി, അതെല്ലാം തീർന്നു. പക്ഷെ എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ ഈ നാട്ടിൽ ഇല്ലാത്ത. നമ്മുടെ നാട്ടിൽ ഇല്ലായ്മയുടെ നാടാണല്ലോ, ദാരിദ്ര്യമാണെന്ന് ഞാൻ പറയത്തില്ല, എല്ലാം ദാരിദ്ര്യമാണ്. ഇവിടെ എല്ലാവരും നമ്പർ 1 ഇന്ത്യയിലാണ്ട് ഭയങ്കര മികച്ച സംഭവം. കേരളത്തിലായതുകൊണ്ട് അവസാനം ഫയർ എക്സ്റ്റിംഗ്വിഷർ വന്നു. വേറെ വല്ല ചില സ്റ്റേറ്റിലൊക്കെ ആണെങ്കിലും ഇച്ചിരി മാറിപ്പോയാൽ ആ വണ്ടിയുടെ പൊടി പോലും കാണത്തില്ല, ഈ മറ്റേ ഇരുമ്പ് കഷ്ണം മാത്രമേ ഇരിക്കും. ഇതിനകത്ത് മരിച്ചു കഴിഞ്ഞ് പിന്നെ വണ്ടി എന്തിനാ അവർ കെടുത്തിയെന്ന് എനിക്കറിയത്തില്ല. പുക കൂടുതൽ വന്നിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, തുമ്മല്, ചുമ, കണ്ണിന് ചൊറിച്ചിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു. ഒരിടത്ത് പുക, ഒരിടത്ത് കരി, എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? അതാ ഫയർ എക്സ്റ്റിംഗ്വിഷർ അല്ല, ഫയർ ഫൈറ്റേഴ്സ് വരുന്നു, ചാടി ഇറങ്ങുന്നു, വെള്ളം ഒഴിക്കുന്നു. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു തീ പിടിച്ചു കഴിഞ്ഞാൽ, ബിൽഡിങ്ങിനാകട്ടെ എവിടെയിലാകട്ടെ, തീ പിടിച്ചു കഴിഞ്ഞാൽ തീ പിടിക്കുന്ന ഇത്ര നേരത്തിനുള്ള ഒരു 5 മിനിറ്റിനുള്ളിലോ 10 മിനിറ്റിനുള്ളിലോ, 10 മിനിറ്റ് പോരാ, അതിനിപ്പുറം ഒരു ഫയർ എഞ്ചിൻ വന്നതായിട്ടോ, ആ ഫയർ എഞ്ചിൻ വന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആളുകളെ ആർക്കെങ്കിലും പരിചയമുണ്ടോ? എന്തോ കുഴപ്പമുണ്ട് ഇവിടെ. ഇവിടുത്തെ കുഴപ്പം വേറൊന്നുമല്ല, വേണ്ട സ്ഥലത്ത് ഈ മനുഷ്യന്റെ സേഫ്റ്റി സംബന്ധമായ കാര്യങ്ങളിൽ ഒരിടത്തും ശ്രദ്ധിക്കുന്നില്ല. സേഫ്റ്റി ഫസ്റ്റ് എന്നൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലും പറയുന്നത് ഞാൻ കേട്ടില്ല. ഞാൻ ആ ഗൾഫിൽ ചെന്നപ്പോൾ 2008 ഏറ്റവും കൂടുതൽ അവിടെ അവർ പറയുന്നത് സേഫ്റ്റി ഫസ്റ്റ് എന്നാണ്. മനസ്സിലായോ? ഇവിടെ അങ്ങനെ ഒരു പറച്ചിൽ കേട്ടിട്ടേ ഇല്ല, ഒരിടത്തും ഇല്ല. സേഫ്റ്റി ഫസ്റ്റ് എന്നൊന്നും പറയത്തില്ല. സേഫ്റ്റിയൊക്കെ പിന്നെ പണി നടക്കട്ടെ എന്ന് പറയും. കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ എന്താ കാണിക്കുന്നത്? ഇവിടെ ഓരോരുത്തർ വെറുതെ തൂങ്ങിക്കിടന്ന് ആടിയാണ്ടൊക്കെ കാണിച്ച് അവിടെ ഒത്തിരി പേര് മരിക്കുന്നുണ്ട്. റോഡിൽ പിന്നെ മരണത്തിൻ്റെ എണ്ണം കൂടുതലാണ്. ഇവിടെ കുഴിക്കകത്ത് വീണ് മരിക്കുന്നത്, അപ്പോഴാണ് അവിടെ തീ. കുഴി കണ്ടില്ല, കാണത്തില്ല, റോഡ് ചെയ്ത് വെച്ചേക്കുന്ന കാണണം. റോഡിന്റെ പ്ലാനിങ് തെറ്റ്. ഈ കൊച്ചിയിലെ മെട്രോ പില്ലറിന്റെ ചിലതൊക്കെ വെളിയിലൂടെ തള്ളി നിൽപ്പുണ്ട്. അത് അകത്തെ ചെന്ന് ബൈക്കുകാർ ഇടിച്ച് വീണിട്ടുമുണ്ട്, മരിച്ചിട്ടുമുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ സൈഡിൽ ഒരു ബാരിക്കേഷൻ പോലെ ഒരു കാസ്റ്റ് ചെയ്യേണ്ട പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഇത് ചെയ്യത്തില്ലേ, അത് കൂർത്തിരിക്കുന്നു. നമ്മൾ നോക്കും, ഞാൻ കാണിക്കാം, ഇനി ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം എങ്ങനെയാണ് ഇങ്ങനെ കൂർമ്മിപ്പിച്ച് വെക്കുന്നത്. അതൊരു സൈഡിൽ കൂടെ പോയിരുന്നു, തട്ടിയാൽ തന്നെ ഒന്ന് മുട്ടിയാൽ തട്ടിപ്പോവും. അതുപോലെ തട്ടിപ്പോലെ, അങ്ങനെ തട്ടിയാൽ തട്ടിപ്പോവും, മുട്ടിയാൽ മുട്ടിപ്പോവും, കൊട്ടിയാൽ കൊട്ടിപ്പോവും, അങ്ങനെയൊക്കെ ഉണ്ട്.
അപ്പൊ ഈ രീതി കൊണ്ടാക്കി വെച്ചേക്കുവാ. ഇമാതിരി പൊട്ടന്മാരൊക്കെ എവിടെ നിന്ന് വരുന്നതാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടെ തന്നെ പഠിച്ചു വളർന്ന വലിയ എഞ്ചിനീയറും വലിയ കൺസ്ട്രക്ഷൻ മറ്റേ ഇവരൊക്കെയാ കോൺട്രാക്ടേഴ്സും ഒക്കെ ഇത് ചെയ്യുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസമല്ലേ, പുറത്തോട്ടൊന്നും പോയിട്ടില്ല, ലോകരാജ്യങ്ങൾ ഒരിടത്തും കണ്ടിട്ടുമില്ല. ഇവിടെ തന്നെ മിടുക്കനാണ്. കേരളത്തിൽ മിടുക്കനായാൽ അത് ഇങ്ങനത്തെ മിടുക്കുകൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട് ആളുകൾ. പക്ഷെ പുറത്തേക്കൊക്കെ നീ മിടുക്കനെന്ന് പറഞ്ഞു വിട്ടിട്ട് ഒരു 3-4 വർഷമെങ്കിലും, ഒരു 3 വർഷം മിനിമം ഏതെങ്കിലും കൊള്ളാവുന്ന രാജ്യത്ത് ജോലിക്കോ വെറുതെ അവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കാനെങ്കിലും വിടണം. ഇവിടുത്തെ പോലീസുകാരെ വിടണം. ഇവിടുത്തെ മറ്റേ രാഷ്ട്രീയക്കാരെ പിന്നെ വിട്ടിട്ട് കാര്യമില്ല. അവിടെ പോയാൽ അവന്മാർ എന്ത് ചെയ്യാനാ, വേറെ പണിയൊന്നും അറിയത്തില്ലല്ലോ. പോലീസുകാർക്കാണെങ്കിലും വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കറങ്ങി നടക്കാനൊക്കെ പറ്റും. ചെറുപ്പക്കാരാണ്. പ്രായമുള്ള ഈ കളവന്മാരെ എല്ലാം എടുത്ത് കളയണം. ഒന്നാമത് രാഷ്ട്രീയത്തിൽ നിന്ന് ഭരിക്കാനിരിക്കുന്നവരെല്ലാം പാട്ടുകളവന്മാരാണ്. അപ്പൊ അവര് ശരിയാകത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ബുദ്ധിമുട്ടായി കാണുന്നത്. ഒരു കാറേ കത്തിയുള്ളൂ എന്നൊക്കെ പറയുമായിരിക്കും. ഒരു കാറല്ലേ കത്തിയുള്ളൂ. അതാ ഇവിടെ വെള്ളമൊക്കെ പൊങ്ങിയപ്പോൾ എത്ര പേര്, ഇത്ര വലിയ ഫ്ലഡൊക്കെ നമ്മൾ കണ്ടപ്പോഴാണ് കൊറോണ വന്ന് എത്ര പേര് മരിച്ചു. അപ്പോൾ അവരൊരു കാർ കത്തുന്നത്. ഇതൊക്കെ വളരെ നിസ്സാരമാണ്. ഏറ്റവും മിനിമം വേണ്ട സാധനങ്ങളാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവരിതൊന്നും അനുഭവിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. അങ്ങനെ ഒരു രാജ്യം ഉണ്ടെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ലോകത്ത് ഇങ്ങനെ നടക്കുന്നതായിട്ട് അറിയത്തില്ല. നമുക്ക് ആകെ അറിയാവുന്നത് ഇവിടെ നടക്കുന്ന ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ എത്ര പോയി എന്തൊക്കെ ചെയ്യണം, മറ്റേ പള്ളിയിൽ എന്തൊക്കെ ചെയ്യണം, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണോ, മറ്റേ ഇതാക്കണോ എന്നൊക്കെയാണ് അറിയേണ്ടത്.